ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളെ, വെല്ലൂർ സ്നേഹഭവൻ എന്ന പ്രസ്ഥാനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആതുര ശുശ്രൂഷ രംഗത്തെ ഏറ്റവും പ്രമുഖമായ ഒരു പ്രസ്ഥാനമാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ രോഗികളായി വരുന്നവരെ പരിചരിക്കുവാൻ, താമസിപ്പിക്കുവാൻ, അവർക്ക് വിവിധ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ, ഇവിടെ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുവാൻ ഒരു ഗൈഡൻസ് സെൻ്ററായിട്ടാണ് വെല്ലൂർ സ്നേഹഭവൻ പ്രവർത്തിക്കുന്നത്. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായിരുന്ന അഭിവന്യ സക്കറിയ മാർ ദിവന്യാസ്യോസ് തിരുമേനിയുടെ നാമത്തിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുമാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. 35 വർഷത്തെ പാരമ്പര്യവും ചരിത്രവും ഈ പ്രസ്ഥാനത്തിനുണ്ട്. അനേകം രോഗികൾക്ക്, അത് ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട രോഗികൾ മാത്രമല്ല, എല്ലാ മതത്തിലും ജാതിയിലുമുള്ള, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള എല്ലാ രോഗികളെയും അവർക്ക് ബന്ധുമിത്രാദികളായി കൂടെ വരുന്നവരെയും ഒക്കെ സഹായിക്കുന്ന പ്രസ്ഥാനമാണ് വെല്ലൂർ സ്നേഹഭവൻ. 35 വർഷം കൊണ്ട് അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. പല പല യൂണിറ്റുകൾ ഉണ്ടായി. പല പല സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളും സ്നേഹഭവൻ്റെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും നടന്നു വരുന്നു. ഇപ്പോൾ വെല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി, അവരുടെ പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം റാണിപ്പട്ട് ഡിസ്ട്രിക്റ്റിൽ കണികാപുരം എന്ന സ്ഥലത്ത് ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ പുതിയ യൂണിറ്റിൻ്റെ തൊട്ടടുക്കൽ നമ്മുടെ സഭ 50 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് സ്നേഹഭവൻ്റെ പുതിയ യൂണിറ്റ് ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ട പണികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 15 കോടി രൂപയാണ് അതിന് പൂർണ്ണമായി ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. അവിടെ 72 മുറികളും ചാപ്പലും പാചകശാലയും ക്യാൻറ്റീനും പാർക്കിംഗ് സൗകര്യങ്ങളും അടങ്ങുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ പണികൾക്ക് വേണ്ടി, നിർമ്മാണ ചെലവുകൾക്ക് വേണ്ടി ധാരാളം പേരുടെ സഹായവും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളെ, മദ്രാസ് ഭദ്രാസനത്തിൻ്റെ ചുമതലയിലാണ് ഈ സ്നേഹഭവൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങളോട് വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഈ സ്നേഹഭവൻ്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സാമ്പത്തികം നിങ്ങളേവരുടെയും സ്നേഹമസൃണമായ സഹായത്തിൽ നൽകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 35 വർഷവും മലങ്കര സഭയിലെ എല്ലാ ഭദ്രാസനങ്ങളും ഇടവകളും വ്യക്തികളും സഹായിച്ചും പ്രാർത്ഥിച്ചുമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി നടന്നു വന്നത്. ഇനിയുള്ള പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും ഭംഗിയായി നടക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നിങ്ങൾ നൽകി ഇതിനെ അനുഗ്രഹിക്കണം, ഇതിനെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നത് എനിക്ക് ചെയ്തതാകുന്നുവെന്ന കർത്താവിൻ്റെ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ഈ സ്നേഹഭവനെ സഹായിക്കുന്നതിലൂടെ സാധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹായവും പ്രാർത്ഥനയും പിന്തുണയും ഈ സ്നേഹഭവൻ്റെ പ്രവർത്തനങ്ങൾക്കും ശുശ്രൂഷകൾക്കും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു.